ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണിത്. ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ 1 കപ്പ്, ബേക്കിംഗ് സോഡ, ഷുഗർ 1/2 കപ്പ്, ഉപ്പ്. മൈദ ഒരു ബൗളിലേക്ക് ഇട്ടു, ഷുഗർ ആഡ് ചെയ്തു, ബേക്കിംഗ് സോഡ ഒരു നുള്ള്, ഉപ്പ് ആവശ്യത്തിന്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മതി, ഒരുപാട് ഉപ്പ് വേണ്ട. ഇതിലേക്ക് നമുക്ക് പഴം ചേർക്കണം. പഴം ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് പഴം ഇങ്ങനെ ഉടച്ചെടുക്കുക. ഈ ഷുഗറിന് പകരം വേണമെങ്കിൽ ശർക്കര ചേർക്കാം, മൈദയ്ക്ക് പകരം ആട്ട ചേർക്കാം. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം പഴം. പഴം ഉടഞ്ഞിട്ട് ഇതിലേക്ക് പാല് ചേർത്തൊന്ന് ലൂസാക്കി എടുക്കണം. പാല് നിർബന്ധമില്ല, വെള്ളമായാലും മതി. പാല് ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി മാവിലേക്ക് യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒത്തിരി ലൂസായി പോകരുത്, അങ്ങനെ ഒരുപാട് ടൈറ്റും ആവരുത്, അങ്ങനത്തെ ഒരു പാകത്തിലെടുക്കണം. ഇത് ഇങ്ങനെ കുഴച്ച് ഒരു അരമണിക്കൂർ വയ്ക്കുക. ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് ഒന്ന് പൊങ്ങി വരാനാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ, ഏലക്കാപ്പൊടി ഒക്കെ ആഡ് ചെയ്യാം. ഇതിനെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പഴത്തിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഏലക്കയുടെ ആവശ്യമില്ല. ഞാൻ തേങ്ങയും ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചേക്കാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിടാനായിട്ട്. പാൻ ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്പൂൺ ആയിട്ട് പൊരിച്ചെടുക്കാം. വേണമെങ്കിൽ കൈകൊണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ കയ്യിലാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ഷേപ്പ്ലെസ് ആണ്. ഇത് ചെറിയൊരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ വലിയ പാന് കോലാകുമ്പോൾ ഒത്തിരി എണ്ണ വേണം, ആ എണ്ണ മുഴുവൻ പിന്നെ വേസ്റ്റായി പോവും. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കുറച്ച് എണ്ണ ഒഴിച്ചാൽ കുറച്ച് എണ്ണ കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞ് ചെറിയൊരു പാൻ എടുക്കുക, എന്നിട്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ച് വറുത്തെടുക്കുക. തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ചെറിയ തീ കൊടുക്കണം, ഫ്ലെയിം ചെറുതായിരിക്കണം. ആദ്യം എണ്ണ നന്നായി ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് തരുള്ളൂ. അല്ലെങ്കിൽ പുറം അപ്പടി ബ്രൗൺ ആയിട്ട് മാറും, അകമൊന്നും വെന്തിട്ടുണ്ടാവില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ എടുക്കുക. ഇതായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല എന്താ പറയുക, വീർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അപ്പോൾ കുറച്ച് ഹാർഡാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ ആട്ടപ്പൊടിയും മൈദയും പഴമൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇതായിട്ടുണ്ട്. നമുക്കിതിനി എടുക്കാം. ഇതിഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്യണേ. ഫീഡ്ബാക്സ് ഒക്കെ എഴുതി അറിയിക്കണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതായിട്ടുണ്ട്. ഇതെല്ലാം എടുത്തു. ഇഷ്ടമായോ? എങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാവ് എ നൈസ് ഡേ. ബൈ.